ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടെന്ന് പരാതി. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്തു. കുത്തിവെപ്പിനെ തുടർന്ന് കാലിന് ഭാഗികമായി ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടി ചികിത്സയിലാണ്. ഒരു ചെറിയ തലവേദനയുമായാണ് 7ാം ക്ലാസ്സുകാരൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. മരുന്ന് വാങ്ങി ഒന്നുറങ്ങി എഴുന്നേറ്റാൽ പിറ്റേ ദിവസം രാവിലെ രോഗം മാറുമെന്നാണ് കരുതിയത്. പക്ഷേ ഒരു വേള നേഴ്സിന് തോന്നിയ ദേഷ്യം അപഹരിച്ചത് ഈ കുഞ്ഞു ജീവിതമാണ്. ഇതിൽ ഒന്നാം പ്രതി മെയിൽ നേഴ്സ് തന്നെയാണ്. കാരണം ഒരു കുട്ടികളോട് പ്രതികരിക്കേണ്ടതും ഒരു കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അതിൻ്റെതായ രീതിയും ക്ഷമം വേണം. അതില്ലാത്തൊരു നേഴ്സ് അവിടെ ഉണ്ടായിട്ട് സർവീസിനായിട്ട് കാര്യമില്ല. പിന്നെ ഡോക്ടറോട് നമ്മൾ രണ്ടാമത് പറഞ്ഞപ്പോൾ ഡോക്ടർ അത് കുഴപ്പമില്ല, ഞരമ്പിന് പ്രശ്നമില്ല, ഇത് ഉണ്ടാവുന്നതെന്നുള്ള ഒരു നെഗ്ലിജൻസ് അത് ഡോക്ടർ ചെയ്യാൻ പാടില്ല. ഈ മാസം 1-നാണ് തൃശൂർ പാലയൂർ സ്വദേശി ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയെ തലവേദനയെ തുടർന്ന് മാതാവ് ഷീബ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടതുകൈയിൽ ആദ്യം കുത്തിവയ്പ് നൽകി. കൈയിൽ തടുപ്പ് അനുഭവപ്പെട്ടതോടെ അടുത്ത കൈയിൽ കുത്തിവയ്പ് പൂർത്തിയാക്കി. വേദനിക്കുന്നുവെന്ന് കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നേഴ്സ് മോശമായി പെരുമാറിയെന്നും വീട്ടുകാർ പരാതിപ്പെടുന്നു. പിന്നീട് രണ്ടാമത്തെ കുത്തിവയ്പ് എടുത്തതോടെ കുട്ടിയുടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. നടക്കുന്നതിനിടെ കാലിന് ബലക്കുറവ് അനുഭവപ്പെട്ടതോടെ മാതാവ് ഡോക്ടറെ വിവരം ധരിപ്പിച്ചു. എന്നാൽ ഭേദമാകുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി വിട്ടു. ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടക്കലിലെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് നേരെ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ പോയി. ഡോക്ടർ പ്രദീപ് സാറാണ് ചെക്ക് ചെയ്തത്. അവിടുന്ന് ഞരമ്പിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒരു ഞരമ്പ് ഫുള്ള് ഡെഡായേക്കാണ്. അതിൻ്റെ സെൻസറി മോട്ടോർ ഫുള്ളും ഡെഡായി കിടക്കുകയാണ്. കോട്ടക്കലിലെയും കൂടാതെ കോഴിക്കോട്ടെയും സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടി. 6 മാസം തുടർ ചികിത്സയുണ്ടെങ്കിൽ ചലനശേഷി തിരികെ ലഭ്യമാകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അത് പ്രതീക്ഷ മാത്രമാകരുത് എന്നാണ് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന. നമ്മളെ മോനാണ്, ഇവർക്കൊന്നും മനസ്സിലാവില്ല. അത് ആ വീട്ടിലിരുന്ന് കാണുന്നത് ഞങ്ങളാണ് ആ കുട്ടി അനുഭവിക്കുന്നത്. ഉപജില്ലാ കലോത്സവത്തിനൊക്കെ ഓട്ടത്തിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണത്. ഇപ്പോൾ അവസ്ഥ കണ്ടില്ല ഞങ്ങൾ. ചിരിച്ചും കളിച്ചും ഓടിയുമൊക്കെ നടക്കേണ്ട പ്രായം. സബ് ജില്ലാ തലത്തിൽ പോലും തിളങ്ങിയ കുഞ്ഞോട്ടക്കാരനാണ്. ആ പ്രതിഭയുടെ കാലിന്റെ ചലനശേഷിയാണ് ഒരു നേരത്തെ അശ്രദ്ധയിൽ നഷ്ടമായത്. ചാവക്കാട് പോലീസിനും ആശുപത്രി സൂപ്രണ്ട്, MLA, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും മാതാപിതാക്കൾ പരാതി നൽകി. ഇതിനു പിന്നാലെ ഡോക്ടറെ 1-ാം പ്രതിയും പുരുഷ നേഴ്സിനെ 2-ാം പ്രതിയുമാക്കി ചാവക്കാട് പോലീസ് കേസെടുത്തു. അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ പറഞ്ഞു. പരാതിയിന്മേൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ കുടുംബം. രോഗവുമായി ആരോഗ്യ പ്രവർത്തകർക്കരികിലേക്ക് എത്തുന്ന ഓരോ രോഗികൾക്കും ഒരു വിശ്വാസമുണ്ട്. അവരുടെ കയ്യിൽ തങ്ങളുടെ ജീവിതവും ജീവനും സുരക്ഷിതമായിരിക്കുമെന്ന്. അങ്ങനെ കരുതലാകുമെന്ന് കരുതിയ കൈകളാണ് ഇവിടെ ഒരു ജീവിതം അപഹരിച്ചത്. തൃശൂരിൽ നിന്നും സൂരജ് സജി, 24